ഹായ് ഫ്രണ്ട്സ്, കുറേ ആയിട്ടോ വീഡിയോ ഒക്കെ വന്നിട്ട് നമ്മളുടെ കുറേ ആയിട്ട് വിചാരിക്കാൻ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങാൻ. അപ്പോൾ നമ്മളൊക്കെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. എന്നും പറയലാണ് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങണം എന്ന്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വിചാരിച്ചിട്ട് ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കാട്ട് വന്നത്. അപ്പോൾ അത് അച്ഛന് അതൊന്ന് കട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ ഇതാ ആകാംക്ഷയോടെ നിന്നിട്ട് ഇതാ എന്താ അത് കഴിച്ച ലച്ചുമോളുടെ മുഖം കണ്ട വലിയ സംഭവമാണെന്ന് വിചാരിച്ചു, പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. മോനക്ക് ഭയങ്കര ഇഷ്ടമായ പോലെയാണ്, പക്ഷേ സംഭവം അങ്ങനെ വെറുതെ കഴിക്കാൻ വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ല. ഇനി ജ്യൂസാക്കിയിട്ട് കഴിക്കാൻ എങ്ങനെയാണെന്ന് നോക്കേണ്ടി വരും. അപ്പം എന്താ രണ്ടെണ്ണം വാങ്ങിന്നിട്ടാ, ഒന്നാണ് കട്ട് ചെയ്തത്, പക്ഷെ അത് ഇതാ വെറുതെ കഴിക്കാൻ വലിയ സംഭവമൊന്നും അല്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് തന്നെ മുഴുവനും അവർക്ക് വേണ്ട, ഒരു കഷ്ണം എടുത്തിട്ട് പിന്നെ മതി. അപ്പോൾ അതാ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇനി എന്തായാലും ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം. പാല് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് ഏറ്റവും ജ്യൂസ് അടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ജ്യൂസ് അടിച്ചിട്ട് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാമല്ലോ. കട്ട് ചെയ്യാം. അപ്പം നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് പാല് ജാറിൽ ഇട്ട് പാലും പഞ്ചസാരയും മാത്രമേ ഇടണുള്ളൂ കേട്ടോ. അതിട്ടിട്ടൊന്ന് അടിച്ചിട്ട് വരാം. നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാന്. റോസ് കളർ ഇളകി വരുന്നു, നല്ല കളറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് അടിച്ചെടുത്തതാ നല്ല ഭംഗിയാണ് കാണാനിട്ടോ. ഇനി കുടിക്കാൻ എന്താണാവോ, നല്ല ഭംഗിയുണ്ട് കളർ കേട്ടോ. അപ്പം ഇതാണ് അടിച്ചെടുത്തിട്ട് ജ്യൂസാക്കിയിട്ടുള്ള നല്ല കളറുണ്ട് ഇത്. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് എന്താ നോക്കും. ഓക്കെ, ബൈ.